അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ. മരുഭൂമിയെ നീ മലർവാടിയാക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ. രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ. ശത്രുവിനായുധമേ തകർന്നു പോയിടുക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ. ഞെരുക്കങ്ങളെ വഴി മാറിപ്പോയിടുക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരും ഈ സമയത്ത് അറിയിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം മുതൽ മനുഷ്യപുത്രൻ്റെ നേരെ ഒരു വാക്ക് പറയുന്ന ഏവനോടും ക്ഷമിക്കും, പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളെ പള്ളികൾക്കും കോയ്മകൾക്കും അധികാരങ്ങൾക്കും മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തോ പ്രതിപാദിക്കേണ്ടു, എന്തു പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് ഒരു ടീച്ചറാണ്. അപ്പം തന്നെ ഓരോ സമയത്ത് നമുക്ക് എന്താണ് നമ്മൾ പറയേണ്ടത് അത് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. നമുക്ക് ദൈവവചനം തുറന്നു തരുന്ന പരിശുദ്ധാത്മാവാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ നിർവഹിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്ന യേശു ക്രിസ്തുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചി ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കി സഞ്ചരിച്ചതുമായ വിവരം നിങ്ങൾ അറിയുന്നല്ലോ. അപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവായ ദൈവത്തിന് ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയാണ്, ഇനി മനുഷ്യപുത്രൻ്റെ നേരെ ഒരു വാക്ക് പറയുന്നവനോട് ക്ഷമിക്കും, പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൂഷണം പറയുന്നവനോടോ ക്ഷമിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ എതിർക്കുകയോ അതിന് നേരെ ദൂഷണം പറയുകയോ ചെയ്യുന്നവരോട് ക്ഷമിക്കുക. എന്ന് വെച്ചാൽ ദൈവവചനം എഴുതപ്പെട്ടത് പരിശുദ്ധാത്മാവിനാലാണ്. ഈ ആകാശം മാറിപ്പോയാലും നമ്മൾ നിൽക്കുന്ന ഈ ഭൂമി മാറിപ്പോയാലും ദൈവവചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരത്തില്ല. ഇത് മുഴുവൻ അതുപോലെ സംഭവിക്കും. ദൈവശ്വാസ്യമാണ്. ഇത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. അത്ര പ്രാധാന്യമുണ്ട് പരിശുദ്ധാത്മാവ്. അപ്പം തന്നെ ഒരാളോട് കർത്താവ് ക്ഷമിക്കുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ക്ഷമിക്കും. ഏത് പാപിക്കും ദൈവസന്നിധിയിൽ ക്ഷമയുണ്ട്. അതാ പിതാവിൻ്റെ സന്നിധിയിൽ, പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് യേശു ക്രിസ്തു ഇന്ന് മധ്യസ്ഥനായി, മഹാപുരോഹിതനായി, അഡ്വക്കേറ്റായി ഇന്ന് തന്നിൽ ആശ്രയിക്കുന്നവരെ തൻ്റെ രക്തം ഉപയോഗിച്ച് വിടുവിക്കേണ്ടതിന്, രക്തത്തിൻ്റെ ശക്തിയാൽ വിടുവിക്കേണ്ടതിന്, ശുദ്ധീകരിക്കേണ്ടതിന് യേശു ഇന്നും ജീവനോടെ ഉണ്ട്. അപ്പോൾ തന്നെ യേശു കർത്താവ് പറയാണ്, പരിശുദ്ധാത്മാവിൻ്റെ നേരെ എന്ത് ചെയ്യരുത്? ദൂഷണം പറയരുത്. ഈ ഭാഗം യേശു കർത്താവ് പറയുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 4 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ
യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുന്നതിനാണ് ഇത് സംസാരിക്കുന്നത്. ദൈവവചനം എപ്പോഴും നമുക്ക് ധൈര്യം തരുന്നതാണ്. നമ്മുടെ നിരാശയിൽ നിന്നും പ്രത്യാശ തരുന്നതാണ് ദൈവവചനം. ഈ ലോക ജീവിതത്തിന് ശേഷമുള്ള ജീവിതത്തിൻ്റെ ഉറപ്പും നിത്യജീവൻ്റെ ധൈര്യവും നൽകുന്ന പുസ്തകവും വചനവുമാണ് വേദപുസ്തകം. ഇവിടെ കർത്താവ് പറയണം, എന്നാൽ എൻ്റെ സ്നേഹിതരായി നിങ്ങളോട് ഞാൻ പറയുന്നു. ശിഷ്യന്മാരെ കർത്താവ് വിളിക്കുമ്പം ഇങ്ങനെയാണ് വിളിക്കുക, എൻ്റെ സ്നേഹിതരായ നിങ്ങളോട് ഞാൻ പറയുന്നു. കർത്താവിൻ്റെ വാക്കുകൾ എപ്പോഴും താഴ്മയുള്ള വാക്കുകളായിരുന്നു. നമ്മളൊക്കെ ഒരു പദവിയിലെത്തിയാൽ, ക്രിസ്തീയ പദവിയിലായിക്കോട്ടെ, ഏതെങ്കിലും ഒരു പാസ്റ്റർ പദവിയിലായിക്കോട്ടെ, ഒരു പൗരോഹിത്യ പദവിയിലായിക്കോട്ടെ, നമ്മൾ വാസ്തവമായി ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്കൊരു കർത്താവ് വെച്ചിട്ട് പോയിരിക്കുന്നത്, കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകിയാണ് ആ മാതൃക കാണിച്ച് വെച്ചിരിക്കുന്നത്. അതെങ്ങനെ കഴിയത്തുള്ളൂ? പരിശുദ്ധാത്മാവിനാൽ മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് പലരും ഈ ശുശ്രൂഷയിലൊക്കെ, നമ്മൾ സംസാരത്തിലും പ്രവൃത്തിയിലുമൊക്കെ നമ്മളും പലപ്പോഴും പരാജയപ്പെട്ടു പോകാൻ കാര്യം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നമ്മൾ മാറി നിൽക്കുന്നത് കൊണ്ടാണ്. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നിന്നാൽ അധികാരങ്ങൾക്കും കോയ്മകൾക്കും മുമ്പിൽ കൊണ്ടുപോയാൽ പോലും എന്തു പ്രതിപാദിക്കണമെന്നോ എന്തു പറയണമെന്നോ വിചാരിക്കേണ്ടെന്ന കർത്താവ് പറയുന്നത്. ആ നാഴികയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. അതാണ് കർത്താവ് തരുന്ന ഉറപ്പ്. എന്നാൽ ഇവിടെ പറയണം, എൻ്റെ സ്നേഹിതരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ ഭയപ്പെടണം. നമ്മുടെ ഈ പുറമേ ഉള്ള ശരീരത്തെ കൊല്ലുന്നവരെ പേടിക്കേണ്ട കാര്യമില്ലെന്ന് കർത്താവ് പറയുന്നു. അധികമായി പിന്നൊന്നും ചെയ്യാൻ അവർ കഴിയത്തില്ല. അങ്ങനെയുള്ളവരെ ഭയപ്പെടേണ്ട. പക്ഷെ ആരെയാണ് ഭയപ്പെടേണ്ടത്? കർത്താവ് പറയാണ്, ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് പറയണം, കൊന്നിട്ട് നരകത്തിൽ തള്ളിയിടുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുകയും. നരകത്തിൽ തള്ളിയിടാൻ ആർക്കേ അധികാരമുള്ളൂ? പുത്രനാം യേശു ക്രിസ്തുവിന് മാത്രമാണ് ആ അങ്ങനെയുള്ളവനെ എന്ത് ചെയ്യണം? ആ ക്രിസ്തുവിനെയാണ്, നാം യേശുവിനെയാണ് ഭയപ്പെടുന്നത്. അതെ, അവനെ ഭയപ്പെടുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നിട്ട് കർത്താവ് പറയാണ്, 2 കാശിന് 5 കുരികിലിനെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോവുകയില്ല. നിങ്ങളുടെ തലയിലെ മുടിയെല്ലാം എണ്ണിയിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട. നിന്നെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ഭയപ്പെടേണ്ട. നിങ്ങളുടെ കർത്താവ് പറയാം, നിങ്ങളുടെയും എൻ്റെ മുടി പോലും കർത്താവ് എണ്ണിയിരിക്കുകയാണ്. ഒരു മുടി പോലും എണ്ണിയിരിക്കുക. ആകയാൽ ഭയപ്പെടേണ്ട. എന്നിട്ട് പറയാം, ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളൂ. ഈ 2 കാശിന് 5 കുരുകിലിനെ വിൽക്കുമ്പം അതിനേക്കാൾ വിശേഷതയുള്ളവരാണ് നമ്മളെന്നാണ് കർത്താവ് പറയുന്നത്. അതിലൊക്കെ എത്രയോ ശ്രേഷ്ഠരാണ് ദൈവം നമ്മളെക്കുറിച്ച് പറയുന്ന. എന്നിട്ട് പറയാം, മനുഷ്യരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രൻ ദൈവദൂതന്മാരുടെ മുൻപാകെ ഏറ്റുപറയും. നമ്മൾ യേശു ക്രിസ്തുവിനെ ആരെങ്കിലും എവിടെയെങ്കിലും ഏറ്റുപറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഉയർച്ച വരും. പിതാവാം ദൈവത്തിൻ്റെ മുമ്പിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും യേശു ക്രിസ്തു അവരെയും ഉയർത്തും, ഏറ്റുപറയും. എന്നിട്ട് പറയാം, മനുഷ്യരുടെ മുമ്പിൽ, നാം കാണുന്ന മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ദൈവദൂതന്മാരുടെ മുമ്പിലും തള്ളിപ്പറയും. കർത്താവ് തള്ളിപ്പറയാം. എന്നിട്ട് പറയാം, മനുഷ്യപുത്രൻ്റെ നേരെ ഒരു വാക്ക് പറയുന്ന ഏവനോടും ക്ഷമിക്കും. എന്നിട്ട് പറയാം, പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൂഷണം പറയുന്നവനോടോ ക്ഷമിക്കുകയില്ല. എന്നിട്ട് പറയാം, എന്നാൽ നിങ്ങൾ പള്ളികൾ. എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് കൂട്ടിനായി തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെയാണ് സകല സത്യത്തിലും വഴി നടത്താൻ നമുക്ക് തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനോട് ചേർന്നാണ് നമ്മൾ നിത്യത വരെ പോകാൻ പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് നേരെ ദൂഷണം പറയാതെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിക്കാൻ നമുക്കിടയാവട്ടെ. അതുകൊണ്ട് പരിശുദ്ധാത്മാവോട് ചേർന്ന് എങ്ങനെയാണ് ജീവിക്കുന്നത്? ദൈവവചനത്തിലൂടെ, ദൈവവചനാടിസ്ഥാനത്തിൽ, പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കാം. എന്നാൽ നിങ്ങളെ പള്ളികൾക്കും കോഴ്മകൾക്കും അധികാരങ്ങൾക്കും മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തോ പ്രതിപാദിക്കേണ്ടത്, എന്ത് പറയേണ്ടത് എന്ന് വിചാരപ്പെടേണ്ട. പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കാം, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കാം. നമുക്കൊന്നിനും വിചാരപ്പെടാതെ നമ്മൾ പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാളുകളിൽ തരും.
ആ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ജീവിക്കാം. അതിന് നമ്മെ ദൈവം സഹായിക്കുമാറാകട്ടെ. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധികാരമുള്ള നാമത്തിൽ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, ഞങ്ങൾ ദൈവത്തെ തള്ളിപ്പറയാതെ, യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയാതെ, പരിശുദ്ധാത്മാവിനെ എതിരെ ദൂഷണം പറയാതെ ഇരിക്കാൻ ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ അനുസരിക്കാൻ, ദൈവവചനം അനുസരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ. മരുഭൂമിയെ നീ മലർവാടിയാക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ.